നമസ്കാരം. കാണാം വാർത്തകൾ വേഗത്തിൽ. കോഴിക്കോട് UAPA കേസിൽ വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷയിൽ കോടതി വിധി നാളെ. ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ പ്രതികൾക്ക് മാവോയിസ്റ്റ് ബന്ധമില്ലെന്ന നിലപാട് പ്രതിഭാഗം ആവർത്തിച്ചു. പ്രോസിക്യൂഷൻ എതിർവാദങ്ങളൊന്നും ഉന്നയിച്ചില്ല. പിടിച്ചെടുത്തതായി പോലീസ് പറയുന്ന പുസ്തകത്തിന്റെ കോപ്പി പ്രതിഭാഗം കോടതിയിൽ ഹാജരാക്കി. ഒ. അബ്ദുറഹ്മാൻ എഴുതിയ പുസ്തകം മാവോയിസ്റ്റ് വിരുദ്ധ പുസ്തകമാണെന്ന് പ്രതിഭാഗം കോടതിയിൽ. വിദ്യാർത്ഥികളിൽ നിന്ന് ചില ലഘുലേഖകൾ പിടിച്ചെടുത്തില്ലേ എന്ന് കോടതി ചോദിച്ചതായി പ്രതിഭാഗം അഭിഭാഷകൻ. ഏതെങ്കിലും ഒരു പ്രത്യേക സംഘടനയുടെ ഒപ്പോ മറ്റ് ഔദ്യോഗിക പരിവേഷമോ ഉള്ളതല്ല ഈ ലഘുലേഖകളെന്ന് പ്രതിഭാഗത്തിന്റെ മറുപടി. ഇതൊക്കെ ആർക്കും കിട്ടാവുന്നതാണെന്നും അഭിഭാഷകൻ. മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത കേസിൽ FIRന്റെ പകർപ്പ് ന്യൂസ് 18. അലന്റെയും താഹയുടെയും ബാഗിൽ നിന്ന് രേഖകൾ കണ്ടെടുത്തു. CPI മാവോയിസ്റ്റ് സംഘടനയിലുള്ളവരെന്ന് ഇരുവരും സമ്മതിച്ചെന്നും FIRൽ പരാമർശം. UAPA കേസ് അട്ടിമറിക്കാൻ പോലീസിലെയും CPMലെയും ഒരു വിഭാഗം ശ്രമിക്കുന്നുവെന്ന് K. സുരേന്ദ്രൻ. പ്രതികൾ CPI മാവോയിസ്റ്റ് സംഘടനയിലെ സജീവ പ്രവർത്തകർ. കേസിൽ പ്രോസിക്യൂഷൻ നിലപാട് പരിഹാസ്യം. സ്വന്തം പാർട്ടി പ്രവർത്തകർ തീവ്രവാദികളായി മാറിയത് എങ്ങനെയെന്ന് CPM പറയണമെന്നും K. സുരേന്ദ്രൻ. സംസ്ഥാനത്ത് UAPA ചർച്ചകൾ വീണ്ടും സജീവമായിരിക്കെ ഇതേ നിയമം മൂലം ജയിലിലടക്കപ്പെട്ട ആദിവാസി യുവതിക്ക് പറയാനുള്ളത് നീതി നിഷേധത്തിന്റെ കഥകൾ. ജയിൽ മോചിതയായിട്ടും മാവോയിസ്റ്റ് എന്ന് മുദ്രകുത്തി പോലീസ് പീഡനം തുടരുന്നു. ജീവിതം പ്രതിസന്ധിയിലായിരിക്കുകയാണെന്നും ഗൗരി. സംസ്ഥാനത്ത് ആദ്യമായി UAPA ചുമത്തപ്പെട്ടത് പീപ്പിൾസ് മാർച്ച് എന്ന മാസികയുടെ പത്രാധിപരായ P. ഗോവിന്ദൻകുട്ടിക്കെതിരെ. ഗോവിന്ദൻകുട്ടിക്ക് പറയാനുള്ളത് ജയിലിലടക്കപ്പെട്ടതോടെ ജീവിതം തന്നെ പ്രതിസന്ധിയിലായതിനെ കുറിച്ച്. തൃപ്പൂണിത്തുറയിലെ ഒറ്റമുറി വീട്ടിൽ കഴിയുകയാണ് ഇപ്പോൾ ഗോവിന്ദൻകുട്ടി. UAPA വകുപ്പ് വിദ്യാർത്ഥികൾക്കെതിരെ ഉപയോഗിച്ചതിന് സർക്കാർ മറുപടി പറയണമെന്ന് P. ഗോവിന്ദൻകുട്ടി. പുസ്തകങ്ങൾ വായിച്ചാലോ ആശയങ്ങൾ അറിയാൻ ശ്രമിച്ചാലോ UAPA എങ്ങനെ ചുമത്താനാകുമെന്നും ഗോവിന്ദൻകുട്ടി. മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊന്നതിനെ ന്യായീകരിച്ച് ചീഫ് സെക്രട്ടറി. സാധാരണ പൗരന്മാർക്കുള്ള നീതിയും അവകാശവും മാവോയിസ്റ്റുകൾ അർഹിക്കുന്നില്ല. ടോം ജോസിന്റെ പ്രതികരണം ഇംഗ്ലീഷ് പത്രത്തിലെ ലേഖനത്തിൽ. പതിനാറ് നഗര ഭീകര സംഘങ്ങളുണ്ടെന്ന് ചീഫ് സെക്രട്ടറി. നഗരങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന 16 തീവ്രവാദ സംഘടനകളെ രഹസ്യാന്വേഷണ ഏജൻസികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അട്ടപ്പാടിയിൽ നടന്നത് ജീവൻ മരണ പോരാട്ടം. കൊല്ലുകയോ കൊല്ലപ്പെടുകയോ അല്ലാതെ വഴിയുണ്ടായിരുന്നില്ലെന്നും ചീഫ് സെക്രട്ടറി ടോം ജോസ്. ചീഫ് സെക്രട്ടറി ഇങ്ങനെ പറയാൻ പാടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മാവോയിസ്റ്റുകൾക്ക് അവകാശങ്ങളില്ലെന്ന് എങ്ങനെ ചീഫ് സെക്രട്ടറിക്ക് പറയാൻ കഴിയും? ഇവിടെ അടിയന്തരാവസ്ഥയാണോ എന്നും ചെന്നിത്തല. ചീഫ് സെക്രട്ടറി എഴുതിയ ലേഖനം വായിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. വായിച്ച ശേഷം അഭിപ്രായം പറയാമെന്നും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. മാവോയിസ്റ്റ് വിഷയത്തിൽ കോലാഹലവുമായി ഇറങ്ങിയവരുടെ ലക്ഷ്യം മുതലെടുപ്പ് മാത്രമാണെന്ന് ദേശാഭിമാനി മുഖപ്രസംഗം. CPIക്കെതിരായ പരോക്ഷ വിമർശനമാണ് മുഖപ്രസംഗം. പോലീസിനെതിരെയും ചീഫ് സെക്രട്ടറിക്കെതിരെയും CPI. മഞ്ചക്കണ്ടിയിലെ പോലീസ് നടപടി ദുരൂഹം. മാവോയിസ്റ്റ് നടപടിയെ ന്യായീകരിച്ച് ചീഫ് സെക്രട്ടറിക്ക് ലേഖനമെഴുതിയത് തെറ്റ്. CPI സംഘത്തിന്റെ പ്രതികരണം അട്ടപ്പാടി സന്ദർശന റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച ശേഷം. CPI മനുഷ്യത്വപരമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് CPI അസിസ്റ്റന്റ് സെക്രട്ടറി. പോലീസിന് ആരെയും വെടിവെച്ചു കൊല്ലാൻ അവകാശമില്ലെന്നും പ്രകാശ് ബാബു. അട്ടപ്പാടി മഞ്ചിക്കണ്ടിയിൽ വ്യാജ ഏറ്റുമുട്ടലാണെന്ന് പറഞ്ഞ CPIയെ പരോക്ഷമായി വിമർശിച്ച് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ.
മഞ്ചിക്കണ്ടി സംഭവത്തിന്റെ പേരിൽ ചിലർ മുതലക്കണ്ണീരൊഴുക്കുന്നു. രാജനെ ഉരുട്ടിക്കൊന്നപ്പോൾ അച്യുതമേനോനായിരുന്നു മുഖ്യമന്ത്രിയെന്നും ജില്ലാ സെക്രട്ടറി. വയനാട്ടിൽ കീഴടങ്ങിയ വർഗീസിനെ പിടിച്ചുകൊണ്ടുപോയി കൊലപ്പെടുത്തിയത് UDF ആണെന്നും ജില്ലാ സെക്രട്ടറി വിമർശിച്ചു. അട്ടപ്പാടി സംഭവത്തിൽ മുതലക്കണ്ണീരൊഴുക്കുന്നവർ മുൻകാലങ്ങളിൽ സ്വീകരിച്ച നിലപാട് കേരളം കണ്ടതാണെന്നും CK രാജേന്ദ്രൻ. മാവോയിസ്റ്റ് വേട്ട വ്യാജ ഏറ്റുമുട്ടലായി ചിത്രീകരിക്കുന്ന CPIക്കെതിരെ ഒളിയമ്പുമായാണ് CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ. അയൽപ്പക്കത്തെ പൂച്ച മാത്രമല്ല, വീട്ടിലെ പൂച്ചയും അട്ടപ്പാടിയിലെ വനാന്തരത്തിൽ മണം പിടിച്ചുവന്നുവെന്ന് ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ബംഗാളിലേതുപോലെ മാവോയിസ്റ്റുകൾ കേരളത്തിലെ സർക്കാരിനെയും ഉന്നം വയ്ക്കുന്നതായി P ജയരാജൻ. ഇത് കൃത്യമായി തിരിച്ചറിയാൻ എല്ലാവർക്കുമാകണമെന്നും ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പിണറായി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മാവോയിസ്റ്റ് ലഘുലേഖ. പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും കപട കമ്മ്യൂണിസ്റ്റുകൾ എന്ന മാവോയിസ്റ്റ് ലഘുലേഖയിൽ പരാമർശം. വയനാട് പ്രസ് ക്ലബിലേക്ക് വന്ന കത്ത് നാടുകാണി ഏരിയ സമിതി വക്താവ് അജിതയുടെ പേരിൽ. അട്ടപ്പാടി മഞ്ചിക്കണ്ടിയിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളെ തിരിച്ചറിയാൻ പോലീസ് കൂടുതൽ സംസ്ഥാനങ്ങളുടെ സഹായം തേടുന്നു. തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങൾക്ക് പുറമെ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള മറ്റ് സംസ്ഥാനങ്ങളുടെ കൂടി സഹായം തേടാൻ പോലീസ് തീരുമാനം. കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് നേതാവ് മണിവാസകത്തിന്റെ മൃതദേഹം സ്വദേശമായ സേലത്ത് സംസ്കരിക്കരുതെന്ന ആവശ്യവുമായി നാട്ടുകാർ സേലം ജില്ലാ കലക്ടർക്ക് നിവേദനം നൽകി. കലക്ടറെ സമീപിച്ചത് രാമമൂർത്തി നഗർ വില്ലേജിലെ താമസക്കാരായ 500ഓളം കുടുംബങ്ങൾ. വാളയാർ കേസിൽ പെൺകുട്ടികളുടെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചാൽ അനുകൂല നിലപാട് സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി. പെൺകുട്ടികളുടെ കുടുംബം തന്നെ കണ്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ. വാളയാർ കേസിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ എന്തുകൊണ്ട് നടപടിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അരിവാൾ പാർട്ടിക്കാരെ രക്ഷിക്കാനാണ് സർക്കാർ ശ്രമം. CBI അന്വേഷണം കൊണ്ടേ കാര്യങ്ങൾ പുറത്തുവരും. ആ കുടുംബത്തെ അങ്ങോട്ട് പോയി കാണണമായിരുന്നു. മുഖ്യമന്ത്രിയുടെ കാൽ തൊട്ടു വണങ്ങുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നതെന്നും ചെന്നിത്തല. വാളയാർ കേസിലെ പ്രതികൾ CPM പ്രവർത്തകർ തന്നെയെന്ന് പെൺകുട്ടികളുടെ അമ്മ. വലിയ മധു, കുട്ടി മധു എന്നിവർ CPM പരിപാടികളിൽ പങ്കെടുക്കുന്നവർ. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കും ഇവർ പോകാറുണ്ടെന്നും അമ്മ ന്യൂസ് 18നോട്. വാളയാർ പീഡനക്കേസിൽ പാലക്കാട് പോക്സോ കോടതിയുടെ വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പെൺകുട്ടികളുടെ അമ്മ നാളെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. കേസിൽ പാലക്കാട് പോക്സോ കോടതി 4 പ്രതികളെ വെറുതെ വിട്ടിരുന്നു. ഇത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് കുട്ടികളുടെ അമ്മ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നത്. ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നത് കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെടുന്നതിന്റെ ഭാഗമായി. കോടതിയിൽ നിന്ന് അനുകൂല തീരുമാനമുണ്ടായാൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകാൻ തീരുമാനം. കഴിഞ്ഞ ദിവസം കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി കോടതി തള്ളിയിരുന്നു. വാളയാർ വിഷയം വീണ്ടും നിയമസഭയിൽ. പ്രതികൾക്കു വേണ്ടി കോടതിയിൽ ഹാജരായത് CPM നേതാവ്. തെളിവുകൾ പൂഴ്ത്തിയെന്നും പ്രതികളെ രക്ഷിക്കാൻ ശ്രമമെന്നും പ്രതിപക്ഷം. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് VT ബൽറാം. VT ബൽറാമിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിക്കാൻ കഴിയില്ലെന്ന് സ്പീക്കർ. ഇതിനു മുൻപും ഇത്തരത്തിൽ അനുവദിച്ചിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ്. റൂൾ 50 അനുസരിച്ച് പ്രതിപക്ഷത്തിന്റെ അവകാശമാണിതെന്നും ചെന്നിത്തല. അടിയന്തര പ്രമേയത്തിൽ പുതുതായി ഒന്നുമില്ലെന്ന് സ്പീക്കർ. സഭാ ചട്ടങ്ങളുമായി സഹകരിക്കണം. നിലപാടിൽ ഉറച്ച് സ്പീക്കർ. ബാനറുകളും പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. സ്പീക്കറുടെ തീരുമാനം ദൗർഭാഗ്യകരമെന്ന് പ്രതിപക്ഷം. ശക്തമായ പ്രതിഷേധത്തിന് ശേഷം പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി.
വാളയാർ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് UDF പാലക്കാട് ജില്ലയിൽ നടത്തുന്ന ഹർത്താൽ പൂർണ്ണം. സ്വകാര്യ ബസ്സുകളും KSRTCയും സർവീസ് നടത്തുന്നില്ല. സ്വകാര്യ വാഹനങ്ങളും കുറവാണ്. പോക്സോ കേസുകളുടെ അന്വേഷണ പുരോഗതി വിലയിരുത്താൻ ഇന്ന് ഉന്നതതല യോഗം. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് യോഗം വിളിച്ചത്. വാളയാർ കേസിന്റെ പശ്ചാത്തലത്തിലാണ് യോഗം. മുഖ്യമന്ത്രി യോഗം വിളിച്ചത് പോക്സോ കേസുകളിലെ പ്രതികൾ രക്ഷപ്പെടുന്ന സാഹചര്യത്തിൽ. സാമൂഹിക നീതി മന്ത്രി KK ശൈലജ, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ മഞ്ചേരി ശ്രീധരൻ നായർ, പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ, സാമൂഹിക നീതി വകുപ്പ് ഡയറക്ടർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുക്കും. ഈ സർക്കാരിന്റെ കാലത്ത് രജിസ്റ്റർ ചെയ്ത 6934 പോക്സോ കേസുകളിൽ 4971 കേസുകളിലാണ് കുറ്റപത്രം നൽകിയത്. പ്രതികൾ ശിക്ഷിക്കപ്പെട്ടത് 90 കേസുകളിൽ മാത്രം. 2018 പ്രളയത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയ ചെക്കുകളിൽ 578 ചെക്കുകൾ മടങ്ങി. 6,31,00,000 രൂപയുടെ ചെക്കുകളാണ് മടങ്ങിയതെന്ന് ധനമന്ത്രി. തുക തിരിച്ചു കിട്ടാൻ നടപടിയെടുത്തതിലൂടെ കിട്ടിയത് 5,80,00,000. 1 ലക്ഷത്തിന് മുകളിൽ തുകയുള്ള 43 ചെക്കുകളാണ് മടങ്ങിയതെന്നും IC ബാലകൃഷ്ണന്റെ ചോദ്യത്തിന് ധനമന്ത്രി തോമസ് ഐസക്കിന്റെ മറുപടി. ശബരിമല യുവതീ പ്രവേശനത്തിൽ സുപ്രീം കോടതി വിധി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പറയാൻ പ്രതിപക്ഷത്തിന് ധൈര്യമുണ്ടോയെന്ന് ദേവസ്വം മന്ത്രി. ശബരിമലയിലെ വരുമാന നഷ്ടം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി. വരുന്ന മാസങ്ങളിൽ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും നൽകാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളതെന്നും മന്ത്രി രേഖാമൂലം സഭയെ അറിയിച്ചു. കരിങ്കൽ ഖനനത്തിനായി ഭൂപതിവ് ചട്ടത്തിൽ ഭേദഗതി വരുത്തുന്നതിന് പരിഗണനയിലുണ്ടെന്ന് മന്ത്രി EP ജയരാജൻ. ഇക്കാര്യത്തിൽ അഡ്വക്കേറ്റ് ജനറലിന്റെയും ലാൻഡ് റവന്യൂ കമ്മീഷണറുടെയും റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും EP ജയരാജൻ സഭയെ അറിയിച്ചു. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ മുന്നോടിയായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ യോഗം ചേർന്നു. യോഗം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ. ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. അരൂർ ഉപതെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന്. സിറ്റിംഗ് സീറ്റിലെ പരാജയത്തിന് ശേഷം ആരോപണ പ്രത്യാരോപണങ്ങളുമായി G സുധാകരൻ അടക്കമുള്ള നേതാക്കൾ രംഗത്തെത്തി. MV ഗോവിന്ദൻ മാസ്റ്റർ കമ്മിറ്റിയിൽ പങ്കെടുക്കും. മിസോറാം ഗവർണറായി PS ശ്രീധരൻപിള്ള സത്യപ്രതിജ്ഞ ചെയ്തു. ഐസോളിൽ നടന്ന ചടങ്ങിൽ ഗുവാഹത്തി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ 30ഓളം പേർ കേരളത്തിൽ നിന്ന് ചടങ്ങിൽ പങ്കെടുത്തു. മാധ്യമപ്രവർത്തനം അജണ്ടകൾ വെച്ചുകൊണ്ടാവരുതെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ജനാധിപത്യത്തിന്റെ സംരക്ഷണമാണ് മാധ്യമപ്രവർത്തനം. സത്യസന്ധമായ വാർത്തകൾ ഒരു ഭരണകൂടത്തിനും അവഗണിക്കാനാവില്ലെന്നും ഗവർണർ. വാളയാർ സംഭവത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കണ്ണൂരിൽ കോൺഗ്രസ് കൂട്ടായ്മ. മാവോയിസ്റ്റുകളെ വെടിവെച്ചു കൊന്ന നടപടിയിലും പ്രതിഷേധം. KPCC ജനറൽ സെക്രട്ടറി VA നാരായണൻ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ തീരത്ത് വീണ്ടും ചുഴലിക്കാറ്റ് രൂപപ്പെട്ടേക്കും. ബംഗാൾ ഉൾക്കടലിൽ ആൻഡമാൻ തീരത്ത് രൂപപ്പെട്ട ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായേക്കുമെന്ന് മുന്നറിയിപ്പ്. അടുത്ത 48 മണിക്കൂറിൽ ചുഴലിക്കാറ്റായി മാറി വടക്ക് പടിഞ്ഞാറൻ ദിശയിൽ സഞ്ചരിക്കും. കേരളത്തെ നേരിട്ട് ചുഴലിക്കാറ്റ് ബാധിച്ചേക്കില്ല. ചുഴലിക്കാറ്റ് രൂപപ്പെട്ടാൽ ബുൾബുൾ എന്നാകും അറിയപ്പെടുക. മേയർ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട നിലപാട് ചർച്ച ചെയ്യാൻ തിരുവനന്തപുരം DCC യോഗം ഇന്ന്. UDF കൌൺസിലർമാരും യോഗത്തിൽ പങ്കെടുക്കും. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിച്ച കൌൺസിലറെ മേയർ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കണമെന്ന നിലപാടിൽ DCC. വട്ടിയൂർക്കാവിൽ CPM BJP സംഘർഷം വ്യാപിക്കുന്നു. CPM പാളയം ഏരിയ സെക്രട്ടറി പ്രസന്നന്റെ വീടടിച്ചു തകർത്തു. ആക്രമണം ഇന്നലെ രാത്രി. BJP നെട്ടയം മണ്ഡലം പ്രസിഡന്റ് സുനിലിന്റെ വീടിന് നേരെയും ആക്രമണം. കൊണ്ടോട്ടിയിൽ ജോയിന്റ് RT ഓഫീസ് അനുവദിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും പ്രവർത്തനം തുടങ്ങിയില്ല.
കെട്ടിട വാടക സംബന്ധിച്ച് തീരുമാനമാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. മണ്ണിടിച്ചിലുണ്ടായ ഇടുക്കി ലോക്കോട് ഗ്യാപ്പിലെ തുടർ നിർമ്മാണത്തിന് മുൻപ് ശാസ്ത്രീയ പഠനം നടത്തണമെന്ന് ഡീൻ കുര്യാക്കോസ് MP. രണ്ടാം തവണയും മലയിടിഞ്ഞതോടെ നിർമ്മാണം നിർത്തിയിരുന്നു. വീണ്ടും മലയിടിയാൻ സാധ്യത. ഈ സാഹചര്യത്തിൽ പുനർനിർമ്മാണം സംബന്ധിച്ച ശാസ്ത്രീയ പഠനം അനിവാര്യമാണെന്നും MP. ആലപ്പുഴ എറണാകുളം മെമുവിന്റെ കോച്ചുകൾ വെട്ടിക്കുറച്ച നടപടിയിൽ പ്രതിഷേധം ശക്തമാക്കി യാത്രക്കാർ. നാളെ യാത്രക്കാരുടെ സംഘടനയായ ഫ്രണ്ട്സ് ഓൺ റെയിലിന്റെ നേതൃത്വത്തിൽ വിവിധ സ്റ്റേഷനുകളിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കും. യാത്രക്കാർ കറുത്ത ബാഡ്ജ് ധരിച്ചാകും യാത്ര ചെയ്യുക. സപ്ലൈകോ വിതരണം നടത്തുന്ന മട്ട അരിയിൽ മായമെന്ന് പരാതി. വിജിലൻസ് പരിശോധന നടത്തി. മലപ്പുറം പെരിന്തൽമണ്ണ താലൂക്ക് ഗോഡൌണുകളിൽ പരിശോധന നടത്തിയത് സിവിൽ സപ്ലൈസ് വിജിലൻസ് സംഘം. അരിയുടെ സാമ്പിളുകൾ വിശദമായ പരിശോധനയ്ക്ക് അയക്കുമെന്ന് വിജിലൻസ്. മലപ്പുറം പയ്യനാട്ടെ ജില്ലാ സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കണമെന്ന് മഞ്ചേരി പുരോഗമന കൂട്ടായ്മ. സ്പോർട്സ് രംഗത്തെ വികസന പ്രവർത്തനങ്ങൾക്കായി കിഫ്ബി അനുവദിച്ച 43 കോടി രൂപ ഇതിനായി വിനിയോഗിക്കണമെന്നും ആവശ്യം. ഇടുക്കി ഹൈറേഞ്ചിലേക്ക് വിനോദസഞ്ചാരികളുടെ കടന്നുവരവ് വർദ്ധിച്ചതോടെ മാലിന്യ പ്രശ്നവും രൂക്ഷം. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ പൊന്മുടി, തൂക്കുപാലം എന്നിവിടങ്ങളിൽ വൻതോതിൽ മാലിന്യങ്ങൾ കുന്നുകൂടുന്നു. ആലുവ ഇടയപ്പുറം പ്രദേശത്തെ പാടശേഖരത്തിൽ രാസമാലിന്യങ്ങൾ തള്ളി. 2.5 ഏക്കറോളം വരുന്ന പാടത്തിൽ 10 ടണ്ണോളം മാലിന്യമാണ് തള്ളിയത്. നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത്. ലക്ഷങ്ങൾ മുടക്കി കോന്നി നാരായണപുരം മാർക്കറ്റിൽ നിർമ്മിച്ച ആധുനിക സാനിറ്ററി കോംപ്ലക്സ് കാട് കയറി നശിക്കുന്നു. വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനകരമായ കോംപ്ലക്സ് തുറന്നു കൊടുക്കാത്തതിനെതിരെ പ്രതിഷേധം. ദേശീയതലത്തിൽ നേട്ടം കൈവരിച്ച് കണ്ണൂർ പരിയാരം പഞ്ചായത്ത്. പഞ്ചായത്തിന് ലഭിച്ചത് ദേശീയ അംഗീകാരം. പുരസ്കാരത്തിന് പിന്നിൽ ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയിലെ മികവ്. വർഷങ്ങളായി അറ്റകുറ്റപ്പണികൾ നടത്താതെ കോന്നി പയ്യാനാമൺ റോഡ് തകർന്നു. റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് നാട്ടുകാർ. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിൽ കാൽനട യാത്ര പോലും സാധ്യമല്ലെന്ന് നാട്ടുകാർ. പ്രളയത്തിൽ തകർന്ന് ഇടുക്കി എല്ലക്കൽ പൊട്ടൻകാട് റോഡിന്റെ പുനർനിർമ്മാണം എങ്ങും എത്തിയില്ല. മുതിരപ്പുഴയാറിനോട് ചേർന്ന് കടന്നുപോകുന്ന റോഡിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ. നിരവധി വിനോദസഞ്ചാരികൾ കടന്നുപോകുന്ന തൊമ്മൻകുത്ത് മുളപ്പുറം റോഡ് തകർന്നു. മഴ തുടങ്ങിയതോടെ കാൽനട പോലും ദുഷ്കരമായെന്ന് നാട്ടുകാർ. മഴയിൽ തകർന്ന റോഡിലെ കുഴികളടച്ച് മലപ്പുറം അരീക്കോട്ടെ യുവാക്കൾ. പ്രദേശവാസികളായ ചെറുപ്പക്കാർ റോഡ് യാത്രായോഗ്യമാക്കിയത് എടവണ്ണ റോഡിൽ കക്കോട് ഭാഗത്ത്. മാഞ്ഞാലി അങ്കമാലി തോട് മാലിന്യം കൊണ്ട് നിറഞ്ഞു. വെള്ളപ്പൊക്ക ഭീഷണിയിൽ എറണാകുളം കുന്നുകര പഞ്ചായത്ത്. തോടുകളും തച്ചപ്പിള്ളി മലായിക്കുന്ന് പാടശേഖരവും വൃത്തിയാക്കണമെന്ന് നാട്ടുകാർ. സൗജന്യമായി 150 പേർക്ക് കൃത്രിമ കാൽ നൽകി റോട്ടറി ക്ലബ്ബ്. പദ്ധതി നടപ്പാക്കുന്നത് നീണ്ടകര തെക്കേറ്റത്ത് ഷൺമുഖൻ ചാരിറ്റബിൾ സൊസൈറ്റിയുമായി സഹകരിച്ച്. ഉദ്ഘാടനം ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ നിർവഹിച്ചു. ഔഷധ സസ്യങ്ങൾ നട്ടുവളർത്തി മരുന്നുകൾ നിർമ്മിച്ച് ശ്രദ്ധേയനാവുകയാണ് അലിയാർ വൈദ്യൻ. കോതമംഗലം പിടവൂർ സ്വദേശിയായ ഗുരുക്കളുടെ സഹായം തേടി വിവിധ ജില്ലകളിൽ നിന്നാണ് രോഗികളെത്തുന്നത്. മുക്കത്ത് അംഗീകാർ ക്യാമ്പയിൻ തുടങ്ങി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ മുക്കം നഗരസഭ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ അർഹരായവരിലേക്ക് എത്തിക്കുകയാണ് ക്യാമ്പയിനിന്റെ ലക്ഷ്യം. സ്ത്രീ സുരക്ഷയ്ക്കായി കേരള പോലീസിന്റെ വനിതാ സ്വയം പ്രതിരോധ വിദ്യാ പരിശീലനം മലപ്പുറം ജില്ലയിൽ വ്യാപകമാക്കാൻ തീരുമാനം. പരിശീലനം 7 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും. മോഷ്ടാക്കളെ കുടുക്കാൻ പുതിയ മാർഗവുമായി കൊച്ചി പോലീസ്. നഗരത്തിലെ കടകളിൽ മോഷണമുണ്ടായാൽ 10 മിനിറ്റിനകം പോലീസ് പാഞ്ഞെത്തും. മോഷണമോ അക്രമമോ ഉണ്ടായാൽ പോലീസ് കൺട്രോൾ റൂമിൽ സന്ദേശമെത്തുന്ന
സെൻട്രൽ ഇൻട്രൂഷൻ മോണിറ്ററിംഗ് സിസ്റ്റം വിജയകരമായി പരീക്ഷിച്ചു. സംസ്ഥാന ശാസ്ത്രമേളയിൽ വേറിട്ട കാഴ്ചയൊരുക്കി തൃശൂരിൽ നിന്ന് ഒരു സംഘം വിദ്യാർത്ഥികൾ. എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചത് ട്രാഫിക് നിയമങ്ങൾ സ്വയം പാലിക്കുന്ന ബൈക്ക്. വിദ്യാർത്ഥികൾക്ക് അനുമോദന പ്രവാഹം. വിശക്കുന്നവരുടെ യാത്ര കളിമൺ ശില്പമാക്കിയ 10ാം ക്ലാസ്സുകാരന് കാണികളുടെ പ്രശംസ. കുന്നംകുളത്ത് നടന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ കോട്ടയം പുതുപ്പള്ളി ഡോൺ ബോസ്കോ സ്കൂളിൽ നിന്നെത്തിയ അനന്തകൃഷ്ണന്റെ ശില്പമാണ് കയ്യടി നേടിയത്. കാർഡ്ബോർഡിൽ യുദ്ധ ഉപകരണങ്ങളുടെ മാതൃകകൾ തീർത്ത കാസർഗോഡ് സ്വദേശിയായ 13-കാരൻ. കരവിരുതുകൊണ്ട് ആരെയും അതിശയിപ്പിക്കുന്നത് ചീമേനി ആനക്കാടിയിലെ അഭിനവ് രാമചന്ദ്രൻ. വിശ്വാസികളിൽ ഭയഭക്തി നിറച്ച് മൂവാളംകുഴി ചാമുണ്ടി തെയ്യം. ഉഗ്രരൂപത്തിൽ ചാമുണ്ടി തെയ്യം ഉറഞ്ഞാടിയത് കാസർഗോഡ് കാഞ്ഞങ്ങാട് തെരുവുറയിൽ ഭഗവതി ക്ഷേത്ര കളിയാട്ടത്തിൽ. പഴങ്ങളും വീഞ്ഞും മധുരവും കലർത്തി ക്രിസ്മസിന്റെ രുചിക്കൂട്ടൊരുക്കി KTDC. പതിവ് തെറ്റിക്കാതെ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ കേക്ക് മിക്സിംഗ് സെറിമണി. പങ്കാളികളായി നിരവധി പേർ. പുനലൂരിലെ പ്രമുഖ കോൺഗ്രസ് നേതാവ് കരിക്കത്തിൽ പ്രസേനൻ അന്തരിച്ചു. 69 വയസ്സായിരുന്നു. പുനലൂർ നഗരസഭാ വൈസ് ചെയർമാൻ, KPCC ജനറൽ സെക്രട്ടറി, INTUC സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. സംസ്കാരം നാളെ വീട്ടുവളപ്പിൽ. കരമന കൂടത്തിൽ കുടുംബത്തിലെ ജയമാധവൻ നായരുടെ മരണവുമായി ബന്ധപ്പെട്ട് നിർണായക തെളിവുകൾ പോലീസിന് ലഭിച്ചു. രക്തക്കറ പുരണ്ട പട്ടിക കഷ്ണം വീടിന്റെ പുറകുവശത്തു നിന്ന് പോലീസ് കണ്ടെടുത്തു. ഹാളിലെ 3 നിന്ന് രക്തക്കറ കണ്ടെത്തി. ഹാമർ തലയിൽ വീണ വിദ്യാർത്ഥി മരിച്ച കേസിൽ 3 കായിക അധ്യാപകർ കീഴടങ്ങി. പാലാ CIക്ക് മുന്നിൽ കീഴടങ്ങിയത് മത്സരം നിയന്ത്രിച്ചിരുന്ന റഫറി മുഹമ്മദ് കാസിം, ത്രോ ജഡ്ജ് TD മാർട്ടിൻ, സിഗ്നൽ ഒഫീഷ്യൽ KB ജോസഫ് എന്നിവർ. ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു. കായികമേളയിൽ ഹാമർ തലയിൽ വീണ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണത്തിനെതിരെ അഫീലിന്റെ കുടുംബം. പ്രതികളെ രക്ഷിക്കാൻ പോലീസ് ഒത്തുകളിക്കുന്നതായി അഫീലിന്റെ പിതാവ് ജോൺസൺ. ഹൈക്കോടതിയെ സമീപിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് കുടുംബം. താമരശ്ശേരിയിൽ ടൂറിസ്റ്റ് ബസ്സിൽ നിന്ന് സ്റ്റീരിയോ സിസ്റ്റവും ആംപ്ലിഫയറും മോഷ്ടിച്ചു. ദേശീയപാതയോരത്തെ പെട്രോൾ പമ്പിൽ നിർത്തിയിട്ട ബസ്സിലാണ് മോഷണം. മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ പെട്രോൾ പമ്പിലെ CCTVയിൽ പതിഞ്ഞു. മോഷ്ടാക്കളെ ഉടൻ പിടികൂടുമെന്ന് പോലീസ്. സിസ്റ്റർ അഭയ കേസിൽ പയസ്റ്റൻ കോൺവെന്റിലെ അന്തേവാസികളായ സിസ്റ്റർ എലിസിറ്റയും പാചകക്കാരിയായ ത്രേസ്യാമ്മയും കൂറുമാറി പ്രതിഭാഗം ചേർന്നു. സാക്ഷികൾ കൂറുമാറിയത് തിരുവനന്തപുരം CBI കോടതിയിൽ നടക്കുന്ന വിചാരണയ്ക്കിടെ. കണ്ണൂർ കുന്നത്തൂർപ്പാടി മുത്തപ്പൻ ദേവസ്ഥാനത്തിന് സമീപം വനത്തിൽ കാണപ്പെട്ട മൃതദേഹം രാത്രികാലങ്ങളിൽ യക്ഷിവേഷം കെട്ടി നടക്കുന്ന യുവാവിന്റേതാണെന്ന് പോലീസ്. ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത് ചുഴലിയിൽ വാടക വീട്ടിൽ താമസിക്കുന്ന ശശി എന്ന കുഞ്ഞിരാമൻ. സ്ഥിരീകരണത്തിന് DNA പരിശോധന നടത്തുമെന്നും പയ്യാവൂർ പോലീസ്. 4 ദിവസം പ്രായമുള്ള കുട്ടിയെ പള്ളിമുറ്റത്ത് ഉപേക്ഷിച്ച അമ്മ അറസ്റ്റിൽ. തൃശൂർ സ്വദേശിയായ 21 വയസ്സുകാരിയെയാണ് പന്നിയങ്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന യുവതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ദമ്പതികൾക്ക് നേരെ ആക്രമണം നടത്തിയ മൂവർ സംഘം കുണ്ട്ര പോലീസിന്റെ പിടിയിൽ. കുമ്പളം സ്വദേശികളായ ജോഷി, ജോബിൻ, ബിജു എന്നിവരാണ് പിടിയിലായത്. ഇവർ സഞ്ചരിച്ച വാഹനവും ദമ്പതികളുടെ വാഹനവും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. KSRTC ബസ്സിൽ സ്ത്രീക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയയാൾ അറസ്റ്റിൽ. കൊട്ടാരക്കര പോലീസിന്റെ പിടിയിലായത് കുളക്കട അയണിവിള സജികുമാർ. സ്ത്രീ ബഹളം വെച്ചതിനെ തുടർന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ നാട്ടുകാരും യാത്രക്കാരും ബസ് ജീവനക്കാരും ചേർന്ന് തടഞ്ഞുവെച്ച് പോലീസിൽ ഏൽപ്പിച്ചു. ഇന്ത്യൻ ടെലികോം മേഖല വിദേശ നിക്ഷേപകരുടെ ദുസ്വപ്നമെന്ന് വോഡഫോൺ മുൻ CEO. നിക്ഷേപിച്ച പണം നഷ്ടമാകുന്ന അവസ്ഥ. ജിയോയുടെ രംഗപ്രവേശം മറ്റ് ഓപ്പറേറ്റർമാരെ ദോഷകരമായി ബാധിച്ചെന്നും മാർട്ടിൻ പീറ്റേഴ്സ്. ആമസോൺ ഉപയോക്താക്കൾക്ക് ഇനി മൊബൈൽ ആപ്പിലൂടെ സിനിമാ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ബുക്ക് മൈ ഷോയുമായി ആമസോൺ കരാർ ഒപ്പിട്ടു. 20% ക്യാഷ് ബാക്ക് ഓഫറും പ്രഖ്യാപിച്ച് ആമസോൺ.
രാജ്യത്ത് ഉള്ളിവില വീണ്ടും ഉയരുന്നു. വിലക്കയറ്റത്തിന് കാരണം മഹാരാഷ്ട്രയിൽ പെയ്ത കനത്ത മഴ. ഇനിയും വില ഉയരാൻ സാധ്യതയെന്ന് വിലയിരുത്തൽ. കലങ്ങിമറിഞ്ഞ് മഹാരാഷ്ട്ര സർക്കാർ രൂപീകരണം. ശിവസേന ബി.ജെ.പി തർക്കം രൂക്ഷം. സർക്കാർ രൂപീകരണത്തിന് ബി.ജെ.പി തടസ്സം നിൽക്കുന്നുവെന്ന് ശിവസേന മുഖപത്രം സാമ്ന. മോദി മന്ത്രിസഭയിൽ നിന്ന് ശിവസേന പ്രതിനിധി രാജിവെച്ചാൽ മഹാരാഷ്ട്രയിൽ ശിവസേന സർക്കാരിനെ പിന്തുണയ്ക്കാമെന്ന് എൻ.സി.പി. മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ സമവാക്യം മാറുമെന്നും അടുത്ത മുഖ്യമന്ത്രി ശിവസേനയിൽ നിന്ന് മാത്രമായിരിക്കുമെന്നും ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത്. വാർത്തകൾ വേഗത്തിൽ പൂർണ്ണമാവുകയാണ്. ഇനി നാട്ടുവർത്തമാനത്തിൽ ബി.എസ്. ജോയ് ചേരും. ജോയ്, എന്താണ് നാട്ടുവർത്തമാനം?